രാവിലെ ബി ജെ പി, ഉച്ചയ്ക്ക് കോൺഗ്രസ്, വൈകുന്നേരമായപ്പോൾ വീണ്ടും ബി ജെ പി. ഈ പ്രതിഭാസം നടക്കുന്നത് സത്യത്തിൽ കോൺഗ്രസ്സുകാരായ പ്രവർത്തകർക്കിടയിലും ബി ജെ പിക്കാരായ പ്രവർത്തകർക്കിടയിലുമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് പാർട്ടിമാർ കളിക്കുക എന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തിയാൽ കോൺ RSS എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുനാൾ മുമ്പുള്ളൊരു വാർത്തയാണ്. എന്നാലും ഈ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു തെളിവ് കൂടിയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ദൃശ്യങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയുമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ. തിരുവനന്തപുരത്ത് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന മുൻ കൗൺസിലർ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തിരികെ BJPയിലെത്തി. പൂജപ്പുര വാർഡിലെ നിലവിലെ കൗൺസിലറും BJP ജില്ലാ കമ്മിറ്റി അംഗവുമായ B. വിജയലക്ഷ്മിയുടെ കോൺഗ്രസ് പ്രവേശനത്തിന് വെറും ഒരു ദിവസത്തെ ആയുസാണ് ഉണ്ടായത്. ഇത് നഗര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെ അതെ, ഞാൻ MLA ആയിരുന്നപ്പോ കൗൺസിലറാണ്. ശാസ്ത്രജ്ഞയായിട്ടുള്ള ഡോക്ടർ വിജയലക്ഷ്മിയെ ആദരിക്കാനെന്ന് പറഞ്ഞ് വിളിച്ച് DCC ഓഫീസിൽ കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യാജ വാർത്തയുണ്ടാക്കിയ കോൺഗ്രസിന് തിരിച്ചടി നൽകിക്കൊണ്ട് BJPയുടെ സജീവ പ്രവർത്തകയായി പൂജപ്പുര രാജലക്ഷ്മിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ നേതാവ് നരേന്ദ്രമോദിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമതി വിജയലക്ഷ്മി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് നല്ലൊരു കയ്യടി. പൂജപ്പുരയിലെ കൗൺസിലറായ V. വിജയലക്ഷ്മിയാണ് അന്ന് ഇത്തരത്തിൽ രാവിലെ BJP ആയിരുന്നു കൊണ്ട് ഉച്ചയ്ക്ക് കോൺഗ്രസിൻ്റെ DCC ഓഫീസിൽ പോയി അംഗത്വം സ്വീകരിച്ച് വൈകുന്നേരം വീണ്ടും കൂറുമാറി BJPയിലേക്ക് തന്നെ തിരിച്ചു വന്നത്. അന്ന് അധികം ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയായിരുന്നു ഇത്. എന്നാൽ ഇന്ന് ഈ വാർത്തയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ഇതുതന്നെയാണ് ഭാവിയിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസങ്ങളിലൊന്ന്. അവർ വോട്ട് തേടി കോൺഗ്രസ്സുകാരാണെന്ന് വരുത്തി തീർത്ത് അവരുടെ കീശയിലേക്ക് വോട്ട് നിറച്ചിട്ട് നേരെ BJPയിൽ ചേക്കേറും. ഇതുതന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായി വെക്കുന്നത്. രാവിലെ BJPക്ക് വേണ്ടി കൊടിപിടിക്കുകയും ഉച്ചയ്ക്ക് വലിയ വാഗ്ദാനങ്ങളിൽ വീണ് വീണ്ടും കോൺഗ്രസ്സിലേക്ക് മാറുകയും, എന്നാൽ കോൺഗ്രസ്സുകാരെല്ലാം ഉഡായിപ്പാണ്, അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി വൈകുന്നേരം വീണ്ടും തിരിച്ച് BJPയിലേക്കും ചേക്കേറുന്ന ഈ പ്രത്യേകതരം പ്രതിഭാസം അതിനി കേരളത്തിൽ സ്ഥിരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സത്യത്തിൽ കേരളത്തിൽ BJPയും കോൺഗ്രസും രണ്ട് പ്രസ്ഥാനങ്ങളിലായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവർ മത്സരിക്കുന്നത് രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നായിരുന്നു അന്ന് പുറത്തു വന്ന ഈ വാർത്ത. വികസന പാതയിൽ മുന്നോട്ട് പോകുന്ന കേരളത്തിൻ്റെ ഗതി അധോഗതി ആവാതിരിക്കാൻ കൂടിയിട്ട് വേണ്ടിയാണ് ഈ വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ വലിയ പ്രാധാന്യമർഹിക്കാതെ പോയ ഈ വാർത്ത വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി ചൂണ്ടിക്കാട്ടുന്നത്.